ജസ്ന കേസിൻ്റെ അന്വേഷണം CBI പൂർവാധികം ശക്തിയോടെ നടത്തുന്നു എന്ന വാർത്തയാണ് ഇന്നലെ മാതൃഭൂമി ചാനലിൽ കൂടെ കേട്ടത്. CBIയുടെ പ്രത്യേക സംഘം എരുമേലിയിലെ ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്തു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ജസ്നയെ കാണാതെ പോയത് 2018 മാർച്ച് 22 രാവിലെ വീട്ടിൽ നിന്ന് പോയി പിതാവിൻ്റെ സഹോദരി താമസിക്കുന്ന പുഞ്ചവയൽ അങ്ങോട്ട് പോകുന്നു എന്നാണ് കരുതുന്നത്. അന്ന് രാവിലെ പിതാവ് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് പോയി, ബ്രദറ് പുറത്തു പോയി. ആ സമയത്ത് സ്റ്റഡി ലീവിലായിരുന്ന ജസ്ന പുറത്തു പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവർ രണ്ടുപേരും പോയ ശേഷം 10:30 മണിക്ക് വീട്ടിൽ നിന്ന് വീടിനടുത്ത് ഒരു ഓട്ടോയിൽ കയറി അവർ വെച്ചുച്ചിറയിൽ വന്നു. അവിടുന്ന് ബസ്സിൽ കയറി എരുമേലി വന്നു. എരുമേലിയിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്ന ശിവഗംഗ എന്ന ബസ്സിൽ കയറി പുഞ്ചവയലിലേക്കാണ് പോകുന്നതെന്ന് ആണ് അറിഞ്ഞിരുന്നത്. പക്ഷേ പുഞ്ചവയൽ, മുണ്ടക്കയത്തിനും എരുമേലിക്കും ഇടയിലുള്ള പുഞ്ചവയലിൽ അവരുടെ പിതാവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞെങ്കിൽ അവിടെ ചെന്നിട്ടില്ല. ജസ്നയുടെ പ്രായം ഉള്ള 2 പെൺകുട്ടികൾ അവിടെയുണ്ട്. അവരുമായിട്ട് സൗഹൃദത്തിലാണ്. അവിടെ അന്നത്തെ ദിവസം ചെന്നിട്ടില്ല. പിന്നെ പെൺകുട്ടിയെപ്പറ്റി യാതൊരു വിധവുമില്ല. വലിയ വലിയ കള്ളക്കഥകൾ ഇതിൻ്റെ പിന്നിൽ കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം കഴിഞ്ഞ 8 വർഷമായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ പിതാവിലേക്ക് അന്വേഷണം നീട്ടി അനാവശ്യമായി സമയം കളയുകയും ആ കേസിൻ്റെ അന്വേഷണം വഴിതെറ്റിപ്പോവുകയും ചെയ്തു. അതിനുശേഷം CBI വന്നു. CBI വന്നിട്ട് വർഷങ്ങളായി. എങ്കിലും CBIയുടെ അന്വേഷണം ക്ലോസ് ചെയ്യാനായി, ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യാൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ അവർ റിപ്പോർട്ട് കൊടുത്തു. പെൺകുട്ടിയുടെ പിതാവ് ജെയിംസ് അതിന് എതിരായി കോടതിയിൽ ഹർജി ബോധിപ്പിച്ചു. അതിനകത്ത് അദ്ദേഹത്തിന് കിട്ടിയ ചില വസ്തുതകൾ രഹസ്യമായി കോടതിയുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അത് CBIക്ക് കൈമാറുകയും ചെയ്തു. ഈ കാണാതെ പോയ 22/3/2021 രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ജസ്ന, അന്ന് ജസ്നയ്ക്ക് മെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടായിരുന്ന സമയമാണ്. അതിൻ്റെ തലേ ദിവസം ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. പ്രൊഫ്യൂസ് ബ്ലീഡിങ് ഉണ്ടായി. തുണിയിൽ ആ ബ്ലഡ് ആ പെൺകുട്ടി അവിടെ സൂക്ഷിച്ചിട്ട് വച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. കാരണം പാടൊന്നും ഉപയോഗിക്കാത്ത പെൺകുട്ടിയാണ്, തുണിയാണ് ഉപയോഗിക്കുന്നത് ബ്ലീഡിങ് സമയത്ത്. പക്ഷേ സാധാരണഗതിയിലുള്ളതിനെക്കാട്ടും കൂടുതൽ ബ്ലീഡിങ് ആ കുട്ടിക്കുണ്ടായി. അത് ഒരു തുണിയിൽ അത് ഒപ്പിയെടുത്ത് വീട്ടിൽ വച്ചിരുന്നു. അതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ആ വൈറ്റൽ എവിഡൻസാണത്. അത് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ആ DYSP എടുപ്പിച്ച് കൊണ്ടുപോയി എന്നാണ് അവസാനമായി CBIയുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അത് നഷ്ടപ്പെട്ട് ഇരിക്കുന്നു ഇപ്പോൾ. ആ ബ്ലഡ് സ്റ്റെയിൻഡ് തുണിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുട്ടിക്ക് ഒരു മെൻസ്ട്രൽ ബ്ലഡിൻ്റെ മാത്രമല്ല, അതിനകത്തൊരു ഇല്ലീഗൽ പ്രഗ്നൻസി ഉണ്ടായിരുന്നു. അത് അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് പ്രൊഫ്യൂസ് ബ്ലീഡിങ് ഉണ്ടായെന്നാണ് ഒരു നിഗമനം. അങ്ങനെയെങ്കിൽ അതിൻ്റെ കാരണക്കാരനെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല, DNA എടുക്കാം എന്നൊരു വാദഗതികളുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് പോലീസ് അന്വേഷിച്ച അന്ന് ക്രൈംബ്രാഞ്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ആ കൊണ്ടുപോയ തുണിയുടെ ഫോട്ടോ ഇന്നും ആ പെൺകുട്ടിയുടെ ചേച്ചി സൂക്ഷിക്കുന്നുണ്ട്. അത് പോലീസുകാരൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് DYSP ഏൽപ്പിച്ചെന്ന് പറഞ്ഞെങ്കിലും സാധനം ഇപ്പം കോടതിയിൽ ആ തുണ്ടി സാധനങ്ങൾ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ പരമപ്രധാനമായ വൈറ്റലായ ഒരു എവിഡൻസ് നശിപ്പിക്കപ്പെട്ടു, മനഃപൂർവ്വമായിരിക്കാം എന്ന് കരുതുന്നു. കാരണം ആ കേസിൻ്റെ അന്വേഷണത്തിൽ ഇന്നുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. എങ്കിലും പിതാവ് ആ പെൺകുട്ടിയുടെ മിസ്സിങ്ങിനെ പറ്റി വളരെ വൈറ്റലായിട്ട് ചില വിവരങ്ങളും അദ്ദേഹം സംശയിക്കുന്ന ആളുകളെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ രഹസ്യമായി ഹാജരാക്കിയിട്ടുണ്ട്. അത് കോടതിയിൽ നിന്ന് അത് മറ്റാരും അറിയാതെ, പത്രക്കാരും അറിയാതെ ആ സാധനം അത് CBIയിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതൊരു
ഇതിനകത്ത് ഒരാളെ സംശയിച്ച് പറയുന്നുണ്ട്. ആളുടെ വിവരങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. CBI അതിലേക്ക് വന്നിട്ടുണ്ടാവും. എന്തായാലും നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ നിഗമനം ഒരു 20 കിലോമീറ്ററിനകത്ത് ഇന്നും ആ പെൺകുട്ടി ജസ്ന ഉണ്ട്. പുലിക്കുന്നിനും അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്ക് 20 കിലോമീറ്ററിനുള്ളിൽ ഇന്നും ആ കുട്ടി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ടാണ് അന്വേഷണം എങ്ങും എത്താതെ പോയത്. കാരണം അന്വേഷണം അവിടെ നിന്നൊക്കെ മാറിപ്പോയി. ആരോ കൃത്രിമമായി ഈ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ കൂടെ ഇതുപോലെയുള്ള കഥകൾ ഇറക്കി വിട്ട് അന്വേഷണം തെറ്റിച്ചു വിടുന്ന ഒരു സംവിധാനം ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട്. അത് മനഃപൂർവ്വം ആ സസ്പെക്റ്റ് തെറ്റിച്ചു വിടുന്നതാണ്. ആ തെറ്റിച്ചു വിടുന്ന ആ വാർത്തകൾ കൂടുതൽ പ്രാധാന്യത്തോടെ പത്രങ്ങളിലും അവിടെയൊക്കെ വരികയും ചെയ്തു. പക്ഷേ അതിപ്പം നിശ്ചലമായി. അന്വേഷണം മുറുകുന്ന സന്ദർഭത്തിലാണ് ഈ രീതിയിലുള്ള വാർത്തകൾ വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൃത്യമായി 8 വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവം കഴിഞ്ഞിരിക്കെ. ജസ്ന ആ പരിസരത്ത് തന്നെ ഉണ്ട്. ഒരു 20 കിലോമീറ്ററിനകത്ത് ചുറ്റളവിൽ ജസ്ന ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് CBI വരും കാരണം എന്നെനിക്ക് തോന്നുന്നു. CBI ഏതായാലും എരുമേലിയിലെ ഗസ്റ്റ് ഹൗസ് ഇപ്പം വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രഹസ്യമായ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്പസ്വല്പം പ്രോഗ്രസ് അവർക്ക് വന്നതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ക്യാമ്പ് അടിച്ച് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് എന്ന് തോന്നുന്നു. ഇത്ര നാളും രഹസ്യമായി വന്ന് അന്വേഷിച്ചു പോകുന്ന ആ CBI ടീം മാതൃഭൂമിയിലെ വാർത്തയിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത്. അവരവിടെ ക്യാമ്പ് ചെയ്തു, അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ട്. അന്വേഷണം കാര്യമായി മുന്നോട്ട് ചലിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം CBI കണ്ടെത്തുമെന്ന് നമുക്ക് നോക്കാം. കാരണം വളരെ വൈറ്റലായ എവിഡൻസുകളൊക്കെയാണ് ആ പെൺകുട്ടിയുടെ പിതാവ് ഇപ്പം CBIക്ക് കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടി ആ കോടതി കൂടെ CBIക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം മകളെ നഷ്ടപ്പെട്ടത് മാത്രമല്ല, ആ മകളുടെ മിസ്സിങ്ങിൽ പിതാവിനും പങ്കുണ്ടെന്നുള്ള രീതിയിൽ വളരെയധികം യാതന സഹിച്ച ആളാണ്. അദ്ദേഹത്തിനെ അത് എബി ജേക്കബ് എന്ന് പറഞ്ഞ ആ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയും ഈ പോളിഗ്രാഫ് ടെസ്റ്റിലും ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ നടക്കുകയൊക്കെ ചെയ്തു. അവരെ ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോയി പോളിഗ്രാഫ് ടെസ്റ്റൊക്കെ നടത്തി അവരിൽ നിന്ന് സംശയം ഒഴിവായി എന്ന് ഏതായാലും CBIക്ക് ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എബി ജേക്കബ് അതുപോലെ തന്നെ ഈ ജെയിംസ് എന്ന പിതാവിനും അവരുടെ ബന്ധുക്കൾക്കൊക്കെ ഇപ്പോൾ അല്പം ആശ്വാസമുണ്ട്. കാരണം അവരിൽ നിന്ന് അന്വേഷണം സംശയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വെറുതെ ആയിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് CBIക്കും അങ്ങനെ ബോധ്യപ്പെട്ടു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ട്രാക്കിലേക്ക് CBI സഞ്ചരിക്കുന്നു എന്നുള്ള എനിക്കൊരു സംശയം എന്ന് വരുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസം തന്നെ അതിലെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.